യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനം. യോഹന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഫരിസേയർ കേട്ടതായി കർത്താവ് അറിഞ്ഞു. വാസ്തവത്തിൽ ശിഷ്യന്മാരല്ലാതെ യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയില്ല. അവൻ യൂദയ വിട്ട് വീണ്ടും ഗലീലയിലേക്ക് പുറപ്പെട്ടു. ആദ്യമായിട്ട് ഇവിടെ കാണുന്നത് യേശു അറിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ദൈവം എന്ന നിലയ്ക്ക് യേശുവിന് എല്ലാ കാര്യങ്ങളും അറിയാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വചനം. ഹെബ്രായർ 4:13. അവന്റെ മുൻപിൽ ഒരു സൃഷ്ടിയും അറിഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. ജ്ഞാനം 1:6. ജ്ഞാനം 1:6. ജ്ഞാനം കരുണാമയമാണ്, എന്നാൽ ദൈവദൂഷണം പറയുന്നവനെ വെറുതെ വിടുകയില്ല. ദൈവം മനസ്സിന്റെ സൂക്ഷ്മ വ്യാപാരങ്ങളെ അറിയുന്നവനും ഹൃദയത്തെ യഥാർത്ഥമായി നിരീക്ഷിക്കുന്നവനും നാവിൽ നിന്നുതിരുന്നത് കേൾക്കുന്നവനുമാണ്. ഇതാണ് ഈശോയിലുള്ള ദൈവീകമായിട്ടുള്ള അറിവ്. ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു അനുഭവാത്മകമായിട്ടുള്ള അറിവിനെ കുറിച്ചാണ്. ഈശോ അറിയുന്നത് ഫരിസേയരുടെ അസൂയെ കുറിച്ച് മനസ്സിലാക്കുകയാണ്. അതുപോലെ അവര് പദ്ധതികൾ മനസ്സിലാക്കുകയാണ്. അതാണ് ഇവിടുത്തെ അറിവ്. ഇത് നമ്മൾ അറിയണം. ദൈവികമായിട്ട് വളരും തോറും ലോ ലെവലിലുള്ള ആത്മാരൂപികള് നമ്മുടെ കൂടെയുള്ള ആൾക്കാരില് അവരുടെ ലെവല് താമതായതുകൊണ്ട് ചിലപ്പോൾ നമ്മളെക്കാൾ കഴിവുള്ളവരായിരിക്കാം എല്ലാ തരത്തിലും. പക്ഷെ ആത്മാവിന്റെ തലത്തില് അവര് ചിലപ്പോൾ നമ്മളെക്കാൾ താഴെ ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ നമ്മുടെ എളിമ കൊണ്ട് നമ്മൾ ഒന്നുമല്ല എന്ന് നമ്മൾ പറയുന്നുണ്ടാവാം. പക്ഷേ അവർക്ക് അറിയാം അവരുടെ ആത്മാവിന്റെ ലെവല് നമ്മളെക്കാൾ കുറവാണെന്നുള്ളത്. അപ്പൊ നമ്മൾ അറിയാതെ പോകരുത് ഇത്തരം ആത്മീയ അസൂയകള്. ഈ ആത്മീയ അസൂയകള് അറിയാതെ പോയി കഴിഞ്ഞാൽ നമ്മളും അറിയാതെ തന്നെ അവരെക്കാൾ താഴെ പോകാൻ ഇടയുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് ഇതിന് റെസ്പോണ്ട് ചെയ്യണേ എന്ന് നോക്കാം. ഈ പല അറിവിനെ കുറിച്ചും ഇതിങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മളെക്കാൾ ആത്മാവില് കുറയുന്ന ആൾക്കാർ അറിഞ്ഞാലും, അതുപോലെ നമ്മളെക്കാൾ ചിലര് വേറെ വിധത്തില് വളരാനായിട്ട് ആഗ്രഹിക്കുന്നവരും അറിയും. വളരാൻ ആഗ്രഹിക്കാത്തവരെയും വളരാൻ ആഗ്രഹിക്കുന്നവരറിയും. അതിനെ കുറിച്ചുള്ള റെസ്പോൺസുകള് നമുക്ക് നോക്കാം. ജോബ് തിന്മയും നശീകരണത്തിന്റെ അറിവുകള്. ജോബ് 28:22. ജോബ് 28:22. നരകവും മരണവും പറയുന്നു, ഞങ്ങൾ അതേപ്പറ്റി കേട്ടിട്ടേ ഉള്ളൂ. കേട്ടിട്ടേ ഉള്ളൂ. കേട്ട് കഴിയുമ്പോൾ അതിനൊരു പദ്ധതികൾ ഉണ്ടാക്കും. സുഭാഷിതം 17:4-5. സുഭാഷിതം 17:4-5. ദുഷ്ടൻ ദുർവചസ്സുകൾ ശ്രദ്ധിക്കുന്നു, നുണയൻ അപവാദത്തിന് ചെവി കൊടുക്കുന്നു, ദരിദ്രരെ പരിഹസിക്കുന്നവൻ സ്രഷ്ടാവിനെ നിന്ദിക്കുന്നു, മറ്റുള്ളവരുടെ അത്യാഹിതത്തിൽ സന്തോഷിക്കുന്നവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. ഇതാണ് ആദ്യത്തെ റെസ്പോൺസ്. രണ്ടാമത്തെ റെസ്പോൺസ് നല്ല മനുഷ്യരുടെ റെസ്പോൺസ് ആണ്. അതാണ് സങ്കീർത്തനം 132:6-7. സങ്കീർത്തനം 132:6-7. എഫ്രാത്തായിൽ വെച്ച് നാം അതിനെ പറ്റി കേട്ടു, യാആറിലെ വയലുകളിൽ അതിനെ നാം കണ്ടെത്തി. നമുക്ക് അവിടുത്തെ വാസസ്ഥലത്തേക്ക് പോകാം, അവിടുത്തെ പാദപീഠത്തെങ്കിൽ ആരാധിക്കാം. അപ്പൊ ഇങ്ങനെ 2 തരം റെസ്പോൺസ് ഉണ്ട് നമ്മൾ ആത്മാവിൽ വളരുമ്പോൾ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നല്ല വിവേചന ബോധ്യമുള്ളവരാകണം. അതനുസരിച്ചായിരിക്കണം നമ്മൾ ദൈവിക രഹസ്യങ്ങൾ പങ്കുവെക്കേണ്ടത്. അതിനെയാണ് മത്തായി 7:6 ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ആത്മീയപിതാക്കന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത്. മത്തായി 7:6. മത്തായി 7:6. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്. അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞു നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. ഇനി എങ്ങാനും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ പറഞ്ഞു എന്ന് വിചാരിക്കും. അത് ഉടനെ അതിൽ നിന്ന് വന്നിട്ടുള്ള അരൂപികളെ നമ്മള് ഉടനെ
പ്രിഫറൻസ് വാങ്ങിക്കണം. അതിനെ കുറിച്ചാണ് മത്തായി 10:14 പറയുന്നത്. മത്തായി 10:14. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുവിൻ. എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും മത്തായി 10:16 മത്തായി 10:16. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. ഇനിയിപ്പോ നമ്മൾ ഇതിനകത്ത് യോഹന്നാൻ 4:2 അത് ഈശോ അല്ല ശിഷ്യന്മാരെന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ ന്യൂസ് പോയിട്ടുള്ളത് ഈശോ കൊടുത്തു എന്നുള്ളതാണ്. പക്ഷെ അതല്ല, ഈശോ അല്ല ശിഷ്യന്മാരാണെന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ് കൊടുക്കുന്നത്. 3-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് യൂദയ വിട്ടുപോയി എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് യൂദയ വിട്ടുപോകാൻ ഇടയായത്? ഒന്നാമത്തത്, ഈശോയുടെ സമയം ഇപ്പോഴും ആയിട്ടില്ല. അതുകൊണ്ടാണ് സമയത്തിന് മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ ചെന്ന് ചാടേണ്ട കാര്യമില്ല. അത് സഹനമാണെങ്കിൽ പോലും. യോഹന്നാൻ 2:4. യോഹന്നാൻ 2:4. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. വീണ്ടും ഈശോ ചില സ്ഥലങ്ങൾ ഉപേക്ഷിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോകണമെന്ന് പറയുന്നത് സമയമാവാത്തത് കൊണ്ട് തന്നെ. കാരണം ആ സഹനത്തിലും ആ കെട്ടുപാടിലും നിന്ന് കഴിഞ്ഞാൽ ദൈവിക ദൗത്യം പൂർത്തിയാകുന്നില്ലെങ്കിൽ ദൈവം അവിടുന്ന് വിട്ടുപോകാൻ ആത്മാവിൽ പറയുന്ന, അല്ലാണ്ട് എനിക്ക് ഇവിടെ ഇഷ്ടമല്ല അതുകൊണ്ട് എന്നുള്ളതല്ല, ആത്മാവിലായിരിക്കാൻ കാര്യങ്ങളാണ്. അതാണ് മത്തായി 10:23 പറയും. മത്തായി 10:23. മത്തായി 10:23. ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രന്റെ ആഗമനത്തിന് മുമ്പ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെല്ലാം ഇങ്ങനെ ഓടി പൂർത്തിയാക്കുകയില്ല. പിന്നെ 3-ാമത്തത്, നമ്മുടെ ആത്മാവിലും കൃപയിലുള്ള വളർച്ചയ്ക്കാണ് യൂദയ വിട്ടുപോകുന്നത്. അതായത് അവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് ആവശ്യമില്ലാതെ തർക്കിക്കേണ്ടി വരും. ഈശോയ്ക്ക് തർക്കിക്കാൻ അറിയാണ്ടല്ല, പക്ഷെ സമയമായിട്ടില്ല. ആ തർക്കം ആർക്കും ഉപകാരപ്രദമാകില്ല. അപ്പൊ ഈശോ തർക്കങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് മാറുന്നത്. അപ്പൊ നമ്മള് സ്ട്രെങ്തൻ ആകുന്നത് വരെ വചനത്തിലും കൃപയിലും വളർന്ന് വലുതാകാതെ ഒരിക്കലും അത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് അറിവ് കേട്ട് ആ അറിവ് നമ്മളിൽ അഹന്ത ജനിപ്പിക്കും. ആ അഹന്ത ദുരഭിമാനം ഉണ്ടാക്കും. ആ ദുരഭിമാനത്തിൽ നിലനിർത്താൻ വേണ്ടി നമ്മൾ തർക്കിക്കാൻ പോവും. അതിലൂടെ നമ്മുടെ എല്ലാ കൃപകളും ചോർക്കും. പ്രഭാഷകൻ 8:3. പ്രഭാഷകൻ 8:3. വായാടിയോട് വാദിച്ച് അവന്റെ അഗ്നിയിൽ വിറകിട്ട് കൊടുക്കരുത്. 2 തിമോത്തി 2:14. 2 തിമോത്തി 2:14. ഇത് അവരെ അനുസ്മരിപ്പിക്കുക. വാക്കുകളെ ചൊല്ലി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ അവരെ ദൈവസന്നിധിയിൽ ഉപദേശിക്കുക. ഇത്തരം തർക്കങ്ങൾ യാതൊരു ഗുണവും ചെയ്യുകയില്ല, ശ്രോതാക്കളെ നശിപ്പിക്കുകയേയുള്ളൂ. 1 തിമോത്തി 6:4. 1 തിമോത്തി 6:4. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ വചനങ്ങളോടും ദൈവഭക്തിക്ക് ചേർന്ന പ്രബോധനങ്ങളോടും യോജിക്കാതിരിക്കുകയോ ചെയ്താൽ അവൻ അഹങ്കാരിയും അജ്ഞനുമാണ്. എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കാനുമുള്ള ദുർവാസനയ്ക്ക് വിധേയനാണവൻ. ഇതിൽ നിന്ന് അസൂയയും വഴക്കും അപവാദവും ദുസ്സംശയങ്ങളും ഉണ്ടാകും. 1 കൊറിന്തോസ് 3:3. 1 കൊറിന്തോസ് 3:3. എന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യർ തന്നെ. നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരും സാധാരണക്കാരുമല്ലേ? പ്രൈസ് ദി ലോർഡ്.